ഹായ് അവൾ, ഇന്നും ഞാനൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഉണ്ടംപൊരി ഉണ്ട എന്നൊക്കെ പറയും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടംപൊരി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പം നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ടേസ്റ്റിയോടുകൂടെ നമുക്ക് ചൂട് കട്ടനപ്പൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക, 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, ഒരു പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് മിക്സ് ആക്കാം. അപ്പോൾ ഫുഡ് കളർ ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 പഴം എടുത്തിട്ടുണ്ട്, ഞാൻ ചെറുപഴമാണ്. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം, പാളയംകോടൻ പഴമാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര, ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഈ ഒരു പഴം അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൽ മാത്രമാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കിയുള്ളതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, ഒരുപാട് കട്ടിക്കും എടുക്കേണ്ട. അപ്പോൾ ഇത്രയും മതിയാവും. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതിവിടെ കയ്യിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ലതുപോലെ വേവണം, അല്ലെങ്കിൽ ഉള്ളിൽ ഒന്നും വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, പച്ചപ്പൊടിയായിട്ട് നല്ല അലിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് മാത്രമേ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം സമയമൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എന്തായാലും ഇതിൻ്റെ പുറഭാഗത്തുള്ള നല്ല മുരിഞ്ഞ ഭാഗം ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.